ഹായ് ഹലോ, ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കാഞ്ഞിരത്താണ്. കുറേ ദിവസമായി നോട്ടിട്ട് വെച്ചുള്ള നോട്ടപ്പുള്ളിയാണ് കേട്ടോ ഈ മാവ്. അപ്പോൾ അത് പറിക്കാൻ പാകത്തിൽ എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ഇന്നത് സെറ്റാക്കണം. രാവിലെ തന്നെ കുറച്ച് വൈകിട്ടാണെങ്കിലും ഞാൻ എഴുന്നേറ്റ് അടുക്കളയോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിയലും അതുപോലെ ചീരക്കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ അടുക്കളയിൽ എൻ്റെ ഇഷ്ടത്തോടെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ അടുക്കളയിൽ കയറിയാലും എന്നെ സഹായിക്കാനായിട്ട് ഒരാളെത്താറുണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചാലും പറഞ്ഞില്ലെങ്കിലും എൻ്റെ കൂടെ സഹായിക്കുന്ന എൻ്റെ സുന്ദരനും സുഗുമനുമായ ഭർത്താവ് എന്ന ഏട്ടൻ പ്രത്യേകം പറയാൻ പറഞ്ഞു. രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് തേങ്ങയൊക്കെ ചിരവി തരികയാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. ആളുടെ അടുത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ പറയുമ്പോൾ ആൾ കോപ്രായം കാട്ടുകയാണ്. ഞാൻ യൂട്യൂബിൽ ഇടുന്നു പറഞ്ഞപ്പോൾ ആൾക്കൊരു പ്രശ്നമല്ല. വീട്ടിലുള്ളവർ പോലും ഏട്ടൻ്റെ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ആൾ പൊതുവേ പെട്ടെന്നൊന്നും എല്ലാവരുടെ അടുത്തും എടുത്ത് ചാടിക്കയറി വർത്താനൊന്നും പറയുന്ന ടൈപ്പൊന്നും അല്ല കേട്ടോ. പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് കമ്പനിയാവുന്ന ഒരു ടൈപ്പാണ്. ഇപ്പോഴാണ് കുറച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ നന്നായി വർത്താനം പറയും. നല്ലതായിട്ട് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് കമ്പനിയാവുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ എൻ്റെ പണികളിൽ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതെനിക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ കൂടെ കറി നല്ലതായിരിക്കണം എന്നും എൻ്റെ ആഗ്രഹമാണ് കേട്ടോ. ഞാൻ അതുപോലെ തന്നെ കറി ടേസ്റ്റായിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റപ്പാക്കി വെച്ചു. അടുക്കളയൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏട്ടൻ തന്നെ മീൻ വാങ്ങിക്കൊണ്ട് വന്ന് ഏട്ടൻ തന്നെ വൃത്തിയാക്കി എനിക്ക് തരികയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേറെ, മുതിർന്നവർക്ക് വേറെ എന്നൊക്കെ വേർതിരിക്കുകയാണ്. അപ്പോൾ ഇനി കണ്ണ് വേണമെന്നുകൊണ്ട് കണ്ണടക്കം തനിയെ വേർതിരിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഏട്ടൻ. ഇങ്ങനെയും സ്നേഹമുള്ളൊരച്ഛൻ അല്ലേ. ഞങ്ങൾ അടുക്കളയിൽ കിടന്ന് വട്ടം തിരിയുന്ന സമയത്ത് തുമ്പിക്കുട്ടി പൈപ്പിൻ്റെ വീട്ടിൽ നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോയുമായിട്ട് പിന്നീട് വരാം.